ഇനി നമുക്ക് രാജ്യം ഉറ്റുനോക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ ഉത്തർപ്രദേശിലെ കെയ്രാനയാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, ആ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താണ്? പ്രതീക്ഷ, കെയ്രാനയിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കെയ്രാനയിൽ RLDയും BJPയുമാണ് നേർക്കുനേർ മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ. നേരത്തെ തന്നെ ഗോരഖ്പൂരിലും ഭുൽപൂരിലും BJP തോറ്റതിന് ശേഷമുള്ള ആദ്യ ഇലക്ഷൻ കൂടിയാണ് കെയ്രാന. ഇവിടെ RLD സ്ഥാനാർത്ഥി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകിയിരിക്കുന്നു. RLD സ്ഥാനാർത്ഥിയായ തബുസിൻ ഹസീനാണ് പരാതി നൽകിയത്. 175 ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ പരാതി. EVM മെഷീനുകൾ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല, VVPAT മെഷീനുകളെല്ലാം പ്രശ്നമുണ്ട് എന്നൊരു പരാതി ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയെ തന്നെ നൽകിയിട്ടുണ്ട്. സമാജ്വാദിയും BSPയുടെ വക്താക്കൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ BJPയെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജയിക്കാനുള്ള നീക്കമാണ് കെയ്രാനയിൽ ഇത്തരം വോട്ടിംഗ് മെഷീനിലൂടെ ക്രമക്കേടിലൂടെ പുറത്തു വന്നതെന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും അവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ ഉള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 17% കെയ്രാനയിലെ വോട്ടിംഗ് ശതമാനം. മറ്റൊന്ന് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ മുഖ്യമന്ത്രി നെഫ്യൂ റിയോ ആയിരുന്നു നേരത്തെ നാഗാലാൻഡ് MP. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ രാജിവെച്ചതിനെ തുടർന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പക്ഷേ വളരെ ശക്തമായ രീതിയിൽ, അതായത് 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാഗാലാൻഡിലാണ്. 44% 11 മണിവരെയുള്ള കണക്ക്. മഹാരാഷ്ട്രയിൽ ഭന്ദാര ഗോണ്ടിയയിലും ഭാൽഗറിലുമാണ് മത്സരം. ഭാൽഗറിൽ ശിവസേനയും BJP നേർക്കുനേർ മത്സരിക്കുന്നു. ഭണ്ഡാര ഗോണ്ടിയയിലാകട്ടെ NCPയും BJPയും തമ്മിലാണ് മത്സരം. ഇവിടെയും ശിവസേന BJPക്ക് എതിരെ മറിച്ച് വോട്ട് ചെയ്യുമെന്ന് വ്യക്തം. അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഇപ്പോൾ ഏകദേശം ശരാശരി 15% അവിടുത്തെ രണ്ടിടത്തെയും വോട്ടിംഗ് ശതമാനം. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 10 സംസ്ഥാനങ്ങളിലായി 11 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ RR നഗറാണ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം ഇവിടെ BJP മറുഭാഗത്ത് കോൺഗ്രസും JDSുമായി അവിടെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും RR കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ കോൺഗ്രസും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമസഭയിൽ അവിടെ സഖ്യകക്ഷിയായ JDSും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. BJPയുടെ മുനിരാജ ഗൗഡ അവിടെ മത്സരിക്കുന്നുണ്ട്. വോട്ടിംഗ് പുരോഗമിക്കുന്നു. RR നഗറിലും ക്രമക്കേടുകൾ നേരത്തെ പരാതി ഉയർന്നിരിക്കുന്നു. വോട്ടിംഗ് മെഷീനെതിരെ ക്രമക്കേട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 21% വോട്ടിംഗ് ആയിട്ടുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലൊക്കെ ഒരു ശരാശരി, അതായത് കേരളത്തിലെ ചെങ്ങന്നൂർ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ശരാശരി 17-18% വോട്ടിംഗ് പുരോഗമിക്കുന്നത്. പ്രജീഷ്, അതായത് ഇനി എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു 4 മണ്ഡലങ്ങൾ കൂടിയാണ്. ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പരാതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രജീഷ്, ഈ നാഗാലാൻഡും മഹാരാഷ്ട്രയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ചാൽ കെയ്രാനയിലാണ് ഇപ്പോൾ വലിയൊരു പരാതി നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞത്. ഇതൊരു പരാതിയായി ഇവിടുത്തെ മത്സരിക്കുന്ന RLD സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും രാവിലെ ഇക്കാര്യത്തിലൊരു അനൗദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് ഈ പരാതി ഉയർന്ന വോട്ടിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ മാറ്റിവെച്ചിട്ടുണ്ട്, VVPAT മെഷീനുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റു ബൂത്തുകളിലേക്കെല്ലാം സാങ്കേതിക വിദഗ്ധരെ അയച്ചിട്ടുണ്ട് എന്നാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയായി പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്ന ഈ സമയത്ത് തന്നെ BJP ഇതര പാർട്ടികൾ RLD, സമാജ്വാദി, BSP എല്ലാവരും നിലവിൽ ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. വലിയ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, സന്തോഷ് സർലിംഗിനാണ്. രാജ്യം ഉറ്റുനോക്കുന്ന മറ്റ് 4 സുപ്രധാന മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിലെ വാർത്തകൾ, വിശദാംശങ്ങളാണ് നൽകിയത്.